Hello students, we can continue with the examples for the theorem that we have studied earlier. For example, the question is determine set B equal to, here we apply order properties also. Set B order properties in the application ആണ് നമ്മുടെ theorem 17. അപ്പോൾ ശരിക്കും order properties ആണ് apply ചെയ്യുന്നത്. Applying order properties, determine B equal to എന്ന് വേണമെങ്കിൽ ആകാം question. B equal to set of all x element of R such that x square plus x greater than 2. ഇത് വലിയ പുതിയ കാര്യമൊന്നും അല്ല, നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഓർഡർ പ്രോപ്പർട്ടീസ് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളാണ് കണ്ടുപിടിക്കേണ്ടത്. കൺസിഡർ ദാറ്റ് കണ്ടീഷൻ. ഫോർ ദ ആൻസർ യു കൺസിഡർ ദ കണ്ടീഷൻ given after such that x square plus x greater than 2. X square plus x greater than 2 can be rewritten as x square plus x greater than 2. ഇത് ഇംപ്ലൈ ചെയ്യുന്നതാ x square plus x. ഞാൻ രണ്ട് സൈഡിലും greater than 2 നടക്കുന്നത്. ഇത് ഈ 2 കളഞ്ഞ് 0 ആക്കാൻ 2 minus 2, ഇവിടെയും -2. ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തും വേണം. രണ്ട് സ്ഥലത്തും ഈ 2ന്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് ആയ -2 കൊടുക്കുകയാണ്. ഇപ്പൊ ചെയ്തത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, രണ്ടിടത്തും -2 എഴുതി എന്നുള്ളതാണ്. ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -2 ഗ്രേറ്റർ ദാൻ, വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ 2 minus 2 a plus minus a equal to 0 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്ന Algebraic property 4 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു 0, a plus minus a equal to 0, a4 എന്ന് നമുക്ക് ചുരുക്കി എഴുതാം. a4 ഉപയോഗിച്ചാൽ ഇത് ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. Algebraic order properties എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. This implies, ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം. This can be factorized as sum 1 product -2, therefore sum +1 x minus 1 into x plus 2, x minus a into x minus b equal to, അങ്ങനെയുള്ള ഫാക്ടറൈസേഷൻസ് നിങ്ങൾക്കറിയാം. അപ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ സമ്മ 1 ആണ്, പ്രോഡക്റ്റ് -2 ആണ് അല്ലേ. 2 into -1 പ്രോഡക്റ്റ് സമ്മ 2 minus 1 equal to 1. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, ഗ്രേറ്റർ ദാൻ 0. ഇവിടെ റീസൺ നമ്മളിപ്പോൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. ദിസ് ഈസ് ദ Algebraic factorization result. Implies, ഇതിപ്പോൾ തന്നെ എഴുതിയേക്കുന്നത് നമ്മൾ തിയറം സെന്റിന് ഉപയോഗിച്ച എ ബി ഗ്രേറ്റർ ദാൻ 0 if either both are greater than 0, either x minus 1 greater than 0 and x plus 2 രണ്ടുപേരും ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 0 ആകണം, ഓർ രണ്ടുപേരും നെഗറ്റീവ് ആകണം. x minus 1 less than 0 and x plus 2 less than 0. ഇവിടെയാണ് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടി ഉപയോഗിച്ചത് എന്ന് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തിയറം 17, if a b greater than, തിയറം 17 ഒന്നും എക്സാമിന് എഴുതാൻ പറ്റത്തില്ല. if a b greater than 0, then either a greater than 0, b greater than 0, or a less than 0, b less than 0. ഇപ്പൊ നമ്മുടെ a ഇതാണ്, x minus 1 ആണ്, b x plus 2 ആണ് എന്നങ്ങ് വിചാരിച്ച് എഴുതിയാൽ മതി. Implies either x minus 1 greater than 0, വീണ്ടും ഓർഡർ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം, പറയുന്നില്ല. നമുക്ക് +1 രണ്ട് സൈഡിൽ ഉപയോഗിക്കാം. -1ന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി +1 ഉപയോഗിക്കാം. അത് എഴുതി കാണിക്കേണ്ട കാര്യമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് ഇവിടെ എഴുതാം അല്ലേ. ആൻഡ് ഇവിടെ തന്നെ എഴുതാൻ പറ്റും, എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് എഴുതാൻ പറ്റും. ഓർ ഇവിടെ എന്ത് എഴുതാൻ പറ്റും, എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് ലെസ് ദാൻ -2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഉപയോഗിച്ചത് ഓർഡർ പ്രോപ്പർട്ടീസ് ആണ്. ഓർഡർ പ്രോപ്പർട്ടീസ് അല്ല, Algebraic പ്രോപ്പർട്ടീസ്. ഏതാ ഉപയോഗിച്ച A4 തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചതുപോലെ. 2 minus 2 ചെയ്തതുപോലെ ഇവിടെ 1 -1 +1 ഉപയോഗിച്ചു, ഇവിടെ 2 minus 2 തന്നെ ഉപയോഗിച്ചു. അത് A4 ഉപയോഗിച്ചുകൊണ്ടാണ്, Algebraic പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതൊന്നും ഇതറിയാതെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യം. ദെൻ this implies either x greater than 1 എന്ന് പറഞ്ഞാൽ
എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ -2 ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ലൈൻ അറിയാം. ദിസ് ഇസ് 0, 1, -1, -2. നമ്മുടെ നമ്പർ 1നേക്കാളും വലുതാകണം, -2നേക്കാളും വലുതാകണം. അത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 1 ഇവിടെയുള്ള നമ്പേഴ്സിനെ പറ്റുള്ളൂ. ഇവിടെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് 1നേക്കാൾ വലുതാകത്തില്ല. ഈ രണ്ട് കണ്ടീഷൻസും സൈമൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ടും എഴുതേണ്ട കാര്യമില്ല. either x greater than 1 or ഇവിടെ എന്ത് സംഭവിക്കും? അടുത്ത കേസിൽ x less than 1, this is 0, this is 1, x less than -2, -1, -2 ഇതിന് രണ്ടിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നാൽ -2നേക്കാളും ചെറുതാകത്തില്ല. അപ്പോൾ 1നേക്കാളും, പക്ഷെ ഇവിടെ കിടക്കുന്നതെല്ലാം 1നേക്കാളും -2നേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൽ രണ്ടും എഴുതേണ്ട കാര്യമില്ല. x less than -2 എന്ന് നമുക്ക് എഴുതിയാൽ മതി. ആൻഡ് we have the set B. ഈ കണ്ടീഷൻ ഇങ്ങനെയായി. അതിൻ്റെ അർത്ഥം B equal to union of two sets such that one is or എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. B is equal to ഏതൊക്കെ റിയൽ നമ്പേഴ്സ് വരും? set of all x element of R such that x greater than 1 union set of all x element of R such that x less than -2 എന്ന് വരും. അല്ലെങ്കിൽ ഒരു കാര്യം എഴുതാം, അതൊരു ഓപ്പൺ ഇൻട്രവൽസ് ഉപയോഗിച്ച് എഴുതാവുന്ന ഒരു കാര്യമാണ്. എക്സ് 1നേക്കാൾ വലുത് റിയൽ ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ 1നേക്കാൾ വലുത്, സ്ട്രിക്ട്ലി വലുത്, ഓപ്പൺ ഇൻട്രവൽ 1 ഇൻഫിനിറ്റി യൂണിയൻ എക്സ് -2നേക്കാളും ചെറുത് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ എന്തുമാത്രം വേണേലും ചെറുതാകാം. -∞, -2 ഈ രണ്ട് ഓപ്പൺ ഇൻട്രവൽസിന്റെ യൂണിയൻ ആയിട്ട് വേണമെങ്കിലും ഇതിനെ കാണാം. എന്ന് പറഞ്ഞാൽ ആരാ ഇല്ലാത്ത? -2 തുടങ്ങി 1 വരെ ഇവിടെ ഈ സൈഡിലുണ്ട്. ഇതായപ്പോൾ -2ന് പുറകിലുണ്ട്. -2 തുടങ്ങി 1 വരെയുള്ള ഇത് രണ്ടും ഒരിടത്ത് വരയ്ക്കാവുന്നതേ ഉള്ളായിരുന്നു അല്ലേ? ഒരു ഗ്രാഫ് വരച്ചാൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും. അപ്പോൾ ഇതാ ഇല്ലാത്തത്. ഏതെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എക്സുകളുണ്ട്. ഈ പോർഷൻ ഇല്ല. -2നും 1നും ഇടയ്ക്കുള്ള പോയിന്റ്സ് ഇല്ല. That is B. Here we use the theorem 17. AB greater than 0 means either A greater than 0, B greater than 0 or A less than 0, B less. ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്. അപ്പോഴാണ് AB greater than 0 എന്നുള്ള കണ്ടീഷൻ വാലിഡ് ആവുക. This is the first question. Now we can move to another question. Determine the set A of all real numbers such that 2x plus 3 less than or equal to 6. Determine the set of all real numbers such that, another question. Determine, വളരെ സിമ്പിൾ ആണ്. Determine the set of all real numbers x such that 2x plus 3 less than or equal to 6. 2x plus 3 less than or equal to 6. സെറ്റിന് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം. ഡിറ്റർമിൻ ദ സെറ്റ്. ഈ ക്യാപിറ്റൽ എ എന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു സെറ്റ് ക്യാപിറ്റൽ എ ഓഫ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും ഇല്ല ഒരു കണ്ടീഷൻ. സച്ച് ദാറ്റ് 2x plus 3 less than or equal to 6. 2x plus 3 less than or equal to 6. ഇത് തിയറം 17ന്റെ ആപ്ലിക്കേഷൻ അല്ല. ഇനീക്വാളിറ്റീസിൽ ആൾജിബ്രായിക് ഓർഡർ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. ടേക്ക് ദ കണ്ടീഷൻ 2x plus 3 less than or equal to 6. നിങ്ങൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ശരിക്കും പറഞ്ഞാൽ -3 ഓപ്പറേറ്റ് ചെയ്യും. 2x plus 3 minus 3 equal to 6 minus 3 implies 6 minus 3 പിന്നെ 3 plus 3 minus 3 എഴുതുന്നുണ്ട്. ഇത് തമ്മിൽ അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഇത് തമ്മിൽ അറേഞ്ച് ചെയ്യുന്നു. then you can write 2x
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പം എന്താ ഉപയോഗിച്ച് ഈ കാര്യം 3 മൈനസ് 3 0 എന്ന് ഉപയോഗിച്ചു. ദാറ്റ് ഈസ് A4 A പ്ലസ് മൈനസ് A ഈക്വൽ ടു 0 എന്നുള്ളത് A4 നമ്മൾ ഉപയോഗിച്ചു. ഇങ്ങനെ ഓരോ algebraic order പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് 1/2 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലോ 1/2 ഇൻറ്റു 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു 3 എന്ന് ഉപയോഗിക്കാം. ദാറ്റ് ഇംപ്ലൈസ് 1/2 ഇൻറ്റു 2 ഇതുപോലെ നമ്മുടെ M4 ആണ് അല്ലേ. 1/a ഇൻറ്റു a ഈക്വൽ ടു 1 1 ഇൻറ്റു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 3/2 എന്ന് എഴുതുകയേ മാർഗുള്ളൂ. നമ്മൾ ഉപയോഗിച്ചത് മൾട്ടിപ്ലിക്കേഷനിൽ പ്രോപ്പർട്ടി M4 ആണ് 1/a ഇൻറ്റു a. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. ഈ കണ്ടീഷൻ എടുത്താൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. therefore a ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ദ റിയൽ ലൈൻ സച്ച് ദാറ്റ് മുമ്പ് എഴുതിയേക്കുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എഴുതി എന്നേ ഉള്ളൂ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 or it can be written as consider the real line 0 3/2 means 1 and a half 1 and a half 3/2 set of all x such that x less than or equal to 3/2 3/2 ചെറിയ റിയൽ നമ്പേഴ്സ് എല്ലാം. അപ്പോൾ ഈ പാർട്ടാണ് ലെസ് ദാനോ ഈക്വൽ ടു 3/2 വേണമെങ്കിലും ആകാം. ദാറ്റ് മീൻസ് ചെറുത് മൈനസ് ഇൻഫിനിറ്റി എന്ത് മാത്രം വേണമെങ്കിലും ചെറുതാകാം. ഇവിടെ 3/2 കൂടെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ 3/2 ഇൻക്ലൂഡ് ചെയ്യാൻ ഇവിടെ ക്ലോസ്ഡ് ഇൻട്രോളിന്റെ നൊട്ടേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഓപ്പൺ ആയിരിക്കും മൈനസ് ഇൻഫിനിറ്റി, അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. മൈനസ് ഇൻഫിനിറ്റി 3/2 എന്നുള്ള ഇൻട്രോൾ ഫോമിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് മറ്റൊരു algebraic order പ്രോപ്പർട്ടീസും തിയറും ഒക്കെ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം. Then you can do another problem. Determine the set C equal to set of all x element of R such that 2x plus 1 divided by 2x plus 1 divided by x plus 2 less than 1 x plus 2 strictly less than 1. Determine set C equal to set of all x element of R such that 2x plus 1 divided by x plus 2 less than 1. അപ്പോൾ ഇവിടെയും ഈ കണ്ടീഷൻ എടുക്കുക. കണ്ടീഷൻ എടുത്തു കഴിയുമ്പോൾ ലെസ് ദാൻ 1 എന്നുള്ള അതിനെ -1 സൈഡിലേക്ക് സൈഡ് മാറ്റുക. അവിടുന്ന് അറേഞ്ച്മെന്റ് ചെയ്യാം. കോമൺ ഡിനോമിനേറ്റർ ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷൻസ് മാറി റിയൽ ലൈനിലെ ഏത് പോയിന്റ്സ് ഒക്കെയാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ഇന്റർവെൽ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഇഫ് പോസിബിൾ യു ഫൈൻഡ് സി ആസ് ഒരു കിട്ടാൻ പോകുന്ന ഒരു ക്ലൂ കൊണ്ട് തന്നേക്കാം. ഒരു ഓപ്പൺ ഇൻട്രോലാണ്, ഒരു ഓപ്പൺ ഇൻട്രോൽ ആയിട്ടാണ്. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ആൻസർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ആൻസർ മുഴുവൻ വേണ്ട, ഏത് ഒരു ഓപ്പൺ ഇൻട്രോലാണ് കിട്ടാൻ പോകുന്നത്. അത് ഓപ്പൺ ഇൻട്രോൽ 2, 3 എന്നാണെങ്കിൽ കമന്റ് എസ് എന്നുള്ളതിന് സാധാരണ നിങ്ങൾ എസ് എന്നല്ല അടിക്കാറുള്ളത്. അതിന് പകരം ക്ലാസ്സിൽ കയറി നിങ്ങളിത് വീഡിയോ കണ്ടു, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം ആരുടെയെങ്കിലും നോക്കി കോപ്പി അടിച്ച് ആൻസർ പറഞ്ഞാൽ പോരാ. നിങ്ങൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിയൽ ലൈനിലെ പോയിന്റ്സ് ഇൻട്രോലായിട്ട് എഴുതാൻ പറ്റും. എല്ലാ സ്റ്റെപ്സും ബുക്കിൽ ഉണ്ടാവണം, നിങ്ങൾ ചെയ്യണം. അതിനുശേഷം ആ ഇൻട്രോൽ ഏതാണെന്ന് അവിടെ നിന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുകയും ചെയ്യാം. അതാണ് ഇന്നത്തെ അസൈൻമെന്റ്. അസൈൻമെന്റ് വേറെ ആഡ് ചെയ്യുന്നില്ല. എസ് എന്നുള്ള കമന്റിന് പകരം കമന്റ് ബോക്സിൽ മുഴുവൻ ഭാഗവും ടൈപ്പ് ചെയ്യേണ്ട, എന്താണ് ആൻസർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.